ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനും എന്നും പറയുന്ന പോലെ സുഖമായിരിക്കുന്നു. ഞാനിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ കേട്ടോ. വന്ന വടെ കുറച്ച് ചൂടുവെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ചൂടാണ് കൊള്ളുന്നു. എന്തെന്നറിയോ, ഇന്നലെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ സാന്താക്രോസിൻ്റെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നേ. അപ്പം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അവിടെ. അപ്പം ഭയങ്കര ഫങ്ഷനായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ളവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചർച്ചിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു വർക്കിംഗ് പ്ലേസിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയല്ല എല്ലാവരുമായിട്ട്. അങ്ങനെ കുറേ ഡാൻസ് കളിച്ച് കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ, നൈറ്റ് ചെയ്ത് ഡേ ചെയ്ത് ഇന്നലെ ഫുൾ ഹോൾ ഡേ അവിടെ ആയിരുന്നു. പിന്നെ അങ്ങനെ നൈറ്റിന് പോയി, നൈറ്റ് ഉറങ്ങിയില്ല, ബിസി ആയിരുന്നു. അപ്പം കുറച്ച് എനിക്ക് സുഖമില്ലാതായി, ഡ്രൈനെസ് ആകുന്നുണ്ട് വായൊക്കെ. കുറച്ചൊക്കെ അധികം വെള്ളമൊന്നും കുടിച്ചില്ല. പിന്നെ പനിയൊക്കെ വരുന്ന പോലെ കണ്ണൊക്കെ കണ്ടില്ലേ ഇരിക്കുന്നത്, അങ്ങനെ ഒരുമാതിരി സുഖമില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഇന്ന് എടുക്കുന്നില്ല, ഒരു ചെറിയ വീഡിയോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഞാൻ ഓർത്തു ഇന്നെടുത്ത ക്രിസ്മസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ലേ സാന്താടെയൊക്കെ, അതൊക്കെ ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരുന്നേ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാം പോയി. അപ്പോൾ അത് നാളെ ഞാൻ ഇടാം, പറ്റുമെങ്കിൽ. പറ്റും, പറ്റാതിരിക്കില്ലല്ലോ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ നേരെ നാട്ടിലേക്ക്, അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഒന്ന് അസുഖം ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. നല്ല ചൂടാട്ടോ. രാവിലെ ഞാൻ എന്താ കഴിച്ചെന്നറിയോ? രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ഞാൻ മാരിഗോൾഡ് ബിസ്ക്കറ്റും വിത്തൗട്ട് ഷുഗർ ഒരു ടീയും കുടിച്ചതാണ്. അത് കഴിഞ്ഞ് ഞാൻ കറക്റ്റ് 12:30 ആയപ്പം കുറച്ച് ചോറ് ഹോട്ടലിൽ നിന്ന് കേട്ടോ, കാരണം ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഞാൻ ഫുഡ് കൊണ്ടുപോയില്ല. അപ്പം അത് കഴിച്ച്, ചോറ് കഴിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പുറത്താകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ രാത്രിയിൽ ഇനി ഒന്നുമില്ല. ഒത്തിരി വിശക്കുവാണെങ്കിൽ റാഗി ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ കഴിക്കും കേട്ടോ. പിന്നെ എന്നാ പറയാനുള്ളത്, നല്ലപോലെ തലവേദനിക്കുന്നുണ്ട്. എനിക്കെങ്ങനെ അറിയുമോ, വിശന്ന് കഴിഞ്ഞാൽ തലവേദനിക്കും, കണ്ടിന്യൂ നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്താൽ എനിക്ക് തലവേദനിക്കും. ഇപ്പോൾ കുറേ നാൾ തലവേദന കുറവാണ്. ഇനിയൊരു 10 മിനിറ്റ് കഴിയുവാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് സംസാരിക്കാൻ പറ്റില്ല. എന്തെന്നറിയോ, ബാങ്ക് വിളിക്കുന്ന സൗണ്ട് വരുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങൊക്കെ നല്ല മഞ്ഞാണേ, നോക്കട്ടെ. ഇത് കണ്ടോ, മഞ്ഞല്ല, ഇങ്ങനെ മൂടിക്കിടക്കുന്ന പോലെ കേട്ടോ. അങ്ങോട്ടൊക്കെ മഞ്ഞ, ഇത് കണ്ടോ, അവിടെ എല്ലാം മഞ്ഞായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇന്നലെ രാത്രി പോയതാണ്, തിരിച്ചിപ്പോൾ വന്നപ്പോഴത്തേക്കും ആരില്ല. എൻ്റെ കുക്കൂരും കാണില്ല. അവൾക്ക് ഞാൻ വലിയൊരു ബോക്സ് ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. വീട്ടിലെത്തിയപ്പം കാണുന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ അവളെ കാണാതെ പോയിട്ട് 1.5 ദിവസം കാണാതെ പോയി. അപ്പോൾ അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ കാറിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുമോ, ഞാൻ ചെന്ന് വിളിച്ചപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടിരിക്കുക. അവൾക്ക് പേടിയാണ്, ആൾക്കാരുള്ളതുകൊണ്ട് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയോ പതുങ്ങിയിരിക്കുവാണ്. ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേക്കും ചെല്ലുവാണെങ്കിൽ അവളെ കൂട്ടിയിട്ട് വരാം. കാരണം ഇവിടെ ഒരു പപ്പി വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടി. ആരും ഇല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ മാത്രമേ അവൾ ഇരിക്കുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പോലും അവൾ ഇരിക്കുകയല്ല, അവളിറങ്ങി ഓടും. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവൾ എവിടെ പോയെന്ന് അറിയില്ല. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നാളെ കാണാം നമുക്കൊക്കെ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ ബൈ.